ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് ഒരു കാര്യം തീർച്ചപ്പെട്ടു. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്. ഈ ഗോളങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹുവാണ്. വായു വെള്ളം ഇതിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്. എങ്കിൽ ആ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. മറ്റൊരാളുടെ നിയമം പാലിക്കാൻ പറ്റില്ല. മറ്റൊരാളുടെ നിയമം പാലിച്ചാൽ അവൻ ജയിലിലായിരിക്കും. നേരത്തെ പറഞ്ഞത് ആ ആളെയാണ് നാം ആരാധിക്കേണ്ടത്, മറ്റൊരാളെ ആരാധിക്കാൻ പറ്റൂല എന്നാണ്. ആരാധനയാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പം ഞാൻ പറയുന്നത് ആരാധനയല്ല. ആ ആളെയാണ് നാം അനുസരിക്കേണ്ടത്, മറ്റൊരാളെ അനുസരിക്കാൻ പറ്റില്ല. ആ ആളുടെ നിയമങ്ങളാണ് നാം അനുസരിക്കേണ്ടത്, മറ്റൊരാളുടെ നിയമം അനുസരിക്കാൻ പറ്റില്ല. ഉദാഹരണം അതും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം നമ്മൾ സൗദി അറേബ്യയിലാണ്. ഈ സൗദി അറേബ്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സൗദി ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് നമ്മൾ പാലിക്കേണ്ടത്. അവിടെ ഇന്ത്യയുടെ നിയമം പാലിച്ചാൽ പറ്റില്ല. ഇന്ത്യയുടെ നിയമം പാലിച്ചാൽ സൗദി അറേബ്യ ജയിലിൽ കിടക്കും. കാരണം ഈ രാഷ്ട്രത്തിൻ്റെ ആളാരാണ്? ഇപ്പം സൗദിൻ്റെ ഭക്ഷണമാണ് നമുക്കുള്ളത്, സൗദിൻ്റെ ഭൂമിയാണ് നമുക്കുള്ളത്. ഇപ്പം സൗദിൻ്റെ നിയമം പാലിക്കണം. അതുപോലെ നാം ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. നാം ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ നിയമം പാലിക്കേണ്ടി വരും. നാം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ പാകിസ്ഥാനോട് കൂറ് കാണിച്ച് പാകിസ്ഥാനെ നിയമം സ്വീകരിച്ചാൽ ഇന്ത്യയിൽ മസ്തൂനാവും. ഇതിപ്പോൾ ഇത്ര തിരിയാൻ വല്ല പണിയുണ്ട്? ഒരു പ്രയാസമല്ല. അതല്ല വേണ്ടേ? ആരുടെ നിയമം സ്വീകരിക്കണം? ഈ ആകാശഭൂമി, ഈ ഭൂമിയിൽ ആകാശത്തിന് താഴെ ഈ ഭൂമിയുടെ ആകാശത്തിൻ്റെ ഉപകാരങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ ഇതിൻ്റെ സൃഷ്ടാവായ, ഇതിൻ്റെ രാജാവായ, ഇതിൻ്റെ ഹുക്കൂമത്താവുന്ന അള്ളാഹുവിൻ്റെ നിയമമാണ് നാം പാലിക്കേണ്ടത്. മറ്റൊരാളുടെ നിയമം പാലിക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കാൻ എവിടെയെങ്കിലും ബുദ്ധിപരമായി ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമോ? ആയത്തും ഹദീസും അല്ല ഇപ്പം ഇതിനോദണ്ട്. ആയത്ത് ഹദീസ് ഓതിയിട്ടതിന് കാര്യമില്ലല്ലോ. ഇത് ബുദ്ധിപരമായി സമർത്ഥിക്കാണ് വേണ്ടത്. ഇതിപ്പോൾ ബുദ്ധിപരമായി സമർത്ഥനല്ലേ? ഏത് ഭരണത്തിന് കീഴിൽ നമ്മൾ ജീവിക്കുന്നുവോ ആ ഭരണകർത്താക്കളുടെ നിയമമാണ് സ്വീകരിക്കേണ്ടത്. മറ്റൊരു ഭരണകർത്താവിൻ്റെ നിയമം സ്വീകരിച്ചാൽ ഓൻ ജയിലടക്കപ്പെട്ടവനാവും. എങ്കിൽ മറ്റൊരു പോയിന്റിൽ കൂടി നമ്മളവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ സൗദി അറേബ്യയിൽ ജീവിക്കുമ്പോൾ സൗദിൻ്റെ നിയമമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഐതിഹ്യം അങ്ങനെയാണ്, പുരാണം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ പറ്റൂല. സൗദിൻ്റെ നിയമം അത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിട്ടേണ്ടതുണ്ട്. സൗദിൻ്റെ നിയമം അതാണെന്ന് ഉറപ്പിട്ടാലേ ഈ മത്ബഖ് റിപ്പോർട്ട് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഊഹാപോഹമായിട്ട് സൗദിയുടെ നിയമം അങ്ങനെ, സൗദിയുടെ നിയമം എങ്ങനെയെന്ന് പറഞ്ഞ് ഈ നിയമം അംഗീകരിച്ചു കൊണ്ടുപോയാൽ നമ്മൾ ഒരു പക്ഷേ സൗദിയുടെ നിയമം ഞാൻ അങ്ങനെ വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ പോലീസ് സമ്മതിച്ചോ? യാ അല്ലാഹ് ഇർക്കബെന്നല്ലേ പറയുള്ളൂ. ഞാൻ അങ്ങനെ ഇവിടുത്തെ നിയമം എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഒഴിവാകുമോ? ഒഴിവാലോ യാ അല്ലാഹ് ഇർക്കബെന്ന് പറയും. ഇങ്ങനെ വെച്ചാൽ മുണ്ടണ്ടെന്ന് അർത്ഥം. ഇങ്ങനെ വെച്ച് കൈവടെ വെച്ച് പിന്നെ മുണ്ടിയ അടിയിട്ട് ഇങ്ങനെയല്ലേ ലോകത്തിൻ്റെ നിയമം? അങ്ങനെയല്ലേ? ഞാൻ അങ്ങനെയാ വിചാരിച്ചു, ഇവിടുത്തെ നിയമം അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചു, ഇങ്ങനെയാണെന്ന് വിചാരിച്ച കാര്യമുണ്ടോ? വിചാരിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു കിട്ടൂല. അപ്പൊ ചുരുക്കത്തിൽ ഈ ആകാശഭൂമിയുടെ സൃഷ്ടാവായ അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ നിയമം ഏതാണെന്ന് ഉറപ്പുവരുത്തിയും കൊണ്ട് അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളത് സ്വീകരിച്ചാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കാൻ നിർവാഹമില്ല. അത് വളരെ അപകടമായിരിക്കും. ഈ ഒരു തത്വം മുന്നിൽ വെച്ചുകൊണ്ട് നിയമം എന്താണെന്ന് ഉറപ്പ് വരണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമം സ്വീകരിക്കണം. ഇത് അള്ളാഹുവിൻ്റെ നിയമമാണെന്ന് ഉറപ്പ് വരണം. ഉറപ്പല്ലാത്ത നിയമം സ്വീകരിച്ചാൽ അപകടം വരും. അള്ളാഹുവിൻ്റെ നിയമമാണെന്ന് ഉറപ്പുള്ള മതം ഇസ്ലാം ഒന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഒന്നും അള്ളാഹുവിൻ്റെ നിയമമാണെന്ന് ഉറപ്പില്ല. ഉറപ്പുള്ളത് അള്ളാഹുവിൻ്റെ നിയമമാണ്, ഈ ആകാശഭൂമിയുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമമാണ് എന്ന് ഉറപ്പുള്ളത് അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്, ഖുർആൻ ഒന്ന് മാത്രമാണ്, ഹദീസ് ഒന്ന് മാത്രമാണ്. ബാക്കിയുള്ള തൗറാത്ത്, അതല്ലെങ്കിൽ ഇഞ്ചീൽ, അതൊന്നും, അതല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള പുരാണങ്ങൾ, ഐതിഹ്യങ്ങൾ, അതുപോലെ ഋഗ്വേദം, സാമവേദം, ഈ പറഞ്ഞ വേദങ്ങൾ, ഇതൊന്നും ദൈവത്തിങ്കൽ നിന്നുള്ളതാണ്, ദൈവത്തിൻ്റെ നിയമം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ ഒരു മാർഗവുമില്ല. അതെങ്ങനെ തെളിയിക്കും? അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണമല്ലോ. അതെങ്ങനെ തെളിയിക്കാൻ കഴിയും? അവിടെ 2 പോയിന്റാണ്.
ഒന്ന് നമ്മുടെ ഖുർആൻ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തതാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന കാരണം കൊണ്ട് ഇന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രസ്താവന ഏകദേശം 50 ലക്ഷത്തോളം പ്രസ്താവന, നബിയുടെ പ്രസ്താവന ഇന്നും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് നബി അങ്ങനെ പറഞ്ഞതാണോ, നബിയുടെ പ്രസ്താവന തന്നെയാണോ എന്ന് സംശയിക്കാൻ അവകാശമില്ലാത്ത വിധം അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി ദിവസം 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചിരുന്നു എന്നുള്ളതിന് അനിഷേധ്യമായ തെളിവുകൾ കിട്ടും. അപ്പൊ ഇസ്ലാമിലുള്ളത് അനിഷേധ്യമായി സ്ഥിരപ്പെട്ടതാണ്. അത് അല്ലാഹുവിന്റെ നിയമമാണെന്ന് ഉറപ്പുള്ളതാണ്. അതെങ്ങനെ ഉറപ്പിക്കണ കോളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശദീകരിക്കേണ്ടത്, ഞാൻ ചുരുക്കി പറയാം. അപ്പൊ ഇസ്ലാമിലുള്ള ഒരു അടിസ്ഥാന തത്വമാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും നിയ്യത്ത് വേണം. നിസ്കരിക്കുകയാണെങ്കിൽ കരുത്ത് വേണം, നോമ്പാണെങ്കിൽ കരുത്ത് വേണം, ഏത് നിസ്കാരത്തിലുള്ള അമലുകളും കരുത്ത് വേണം. എന്നെങ്കിൽ ആ ഇബാദത്ത് സഹിയാകൂ, അല്ലെങ്കിൽ സഹിയാകൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇത് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. ഈ ഹദീസ് ഇത് നബി പറഞ്ഞു എന്ന് ആര് പറഞ്ഞു? നബി അങ്ങനെ പറഞ്ഞു, നമ്മളാരും നബിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരുപാട് സഹാബത്തിന്റെ പേര് പറയാൻ കഴിയും. ഉദാഹരണമായി ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീന മിംബറിൽ വെച്ച് പ്രസംഗിച്ചു. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഉമർ റളിയല്ലാഹു അൻഹു മദീന മിംബറിൽ വെള്ളിയാഴ്ച പ്രസംഗിച്ചു. അവിടെ സദസ്സിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും. സഹാബത്ത്, താബീങ്ങൾ അവർ കേട്ടു. അങ്ങനെ വെറും ഉമറല്ല, വേറെയും ഒരുപാട് സഹാബികൾ കേട്ടു. ഉമറിൽ നിന്ന് നാഫി കേട്ടു, നാഫിയിൽ നിന്ന് ഇമാം മാലിക് കേട്ടു, ഇമാം മാലിക്കിൽ നിന്ന് ഇമാം ഷാഫി കേട്ടു. അങ്ങനെ നെല്ലിക്കുത്ത് കേട്ടു. എന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇടയിൽ 25 ആളുകളാണുള്ളത് ഉസ്താദ്മാർ. ഈ ഹദീസ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കൊരു ഉസ്താദുണ്ട്, മുഹമ്മദ് യാസിമുൽ ഫാദാനി. അയാൾക്കൊരു ഉസ്താദുണ്ട്, അയാൾക്കൊരു ഉസ്താദുണ്ട്. അങ്ങനെ എന്റെയും നബിന്റെ അടി 25 ആളുള്ളത്. ഈ 25 ആൾ ആരാന്ന് ചോദിച്ചാൽ അവരുടെ പൂർണ്ണ ചരിത്രം നമുക്ക് കിട്ടും. ഒന്ന് ഇമാം മാലിക്കാണല്ലോ. ഇമാം മാലിക്കിന്റെ ചരിത്രം ഖബർ ഇന്നോട്ടാന്ന് തന്നെ കാണിച്ചു കൊടുക്കല്ലേ. ഉമർ ഖത്താബ് റളിയല്ലാഹു ചരിത്രം കിട്ടൂല. യാസീനുൽ ഫദാന്റെ ഖബർ ഇന്നോട്ടാന്ന് അയാൾ പൂർണ്ണ ചരിത്രം കിട്ടൂല. ഇങ്ങനെ പോന്നിട്ട് സർവ്വ ആളുകളുടെയും പൂർണ്ണ ചരിത്രം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലെല്ലാം മുഴുവൻ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു തത്വം 25 പണ്ഡിതന്മാർ മുഖേന വന്നൊരു തത്വം ക്രിസ്തു മതത്തിലില്ല, ജൂത മതത്തിലില്ല, ഹിന്ദു മതത്തിലില്ല. അങ്ങനെയാണ് ഐതിഹ്യം, അങ്ങനെയാണ് പുരാണം എന്ന് പറയുകയല്ലാതെ തെളിവില്ല. അതുകൊണ്ട് നിയമം അങ്ങനെയാണ് എന്ന് ഊഹിക്കുകയല്ലാതെ അങ്ങനെയാണെന്ന് ഉറപ്പിക്കാൻ ഒരു മാർഗവും മറ്റു മതങ്ങളിലില്ല, ഇസ്ലാമിൽ മാത്രമാണുള്ളത്. ഒന്നുകൂടി വിശദീകരിക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ നിയമമാണ് സ്വീകരിക്കേണ്ടത്. നാം സ്വീകരിക്കുന്ന നിയമം അള്ളാഹുവിൻ്റെതാണെന്ന് നമുക്ക് ഉറപ്പ് കിട്ടണം. ഉറപ്പ് കിട്ടുന്ന നിയമം ഇസ്ലാം മാത്രമേ ഉള്ളൂ, മറ്റൊന്നില്ല. അത് നമ്മൾ എങ്ങനെ തെളിയിക്കും? ഇവർക്ക് തെളിയിച്ചു കൊടുക്കണം. ഇവർക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, അത് ഒരാൾ ചോദിച്ചാൽ തെളിയിച്ചു കൊടുക്കാൻ കഴിയുമല്ലോ. ഞാൻ ഒരു വാദം വാദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. ഏകദേശം നബിക്ക് മുമ്പ് ഒരു 600 കൊല്ലം മുമ്പ് വന്ന ആളാണ് ഈസാ നബി. അതിൻ്റെ മുമ്പ് ഒരു ഏകദേശം ഒരു 1000 ചില്ലാനം 2000-ഓളം കൊല്ലം പഴക്കമുള്ള ആളാണ് മൂസാ നബി അലൈഹി സ്വലാം. 4000-ഓളം കൊല്ലം പഴക്കമുള്ള ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഹിന്ദുക്കളുടെ നേതാക്കൾ ശ്രീ ബുദ്ധൻ, അതല്ലെങ്കിൽ പിന്നെ രാമൻ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, ഇവരൊക്കെ ഏകദേശം 5000 കൊല്ലം മുന്നുള്ളവരാണ്. നബിക്ക് മുമ്പ് 5000 കൊല്ലം മുന്നുള്ളവരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. ഹിന്ദുക്കളുടെ പ്രവാചകന്മാരാണെന്നോ അല്ലെന്നോ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. ചിലർ പ്രവാചകന്മാർ തന്നെ ആയിരുന്നു. ഉദാഹരണം, ബുദ്ധമതത്തിന്റെ നേതാവ്, അതാണ് ഖുർആനിൽ പറഞ്ഞ ദുൽകിഫില്, കപില വസ്തു എന്ന് പറഞ്ഞ കപില എന്നുള്ളത് കിഫിൽ അറബിയായപ്പോൾ അങ്ങനെ ആയതാണ്. അപ്പോൾ ദുൽകിഫിൽ എന്ന് ഖുർആനിൽ പറഞ്ഞ പ്രവാചകൻ ബുദ്ധ മത നേതാവാണ് എന്നൊക്കെ ചിലർ അനുമാനിച്ചിട്ടുണ്ട്. അതൊന്നും വ്യക്തമായി തെളിയാത്തത് കൊണ്ട് നമ്മളത് അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യില്ല.
ഇന്ത്യയിലും പ്രവാചകന്മാരെ വരാതിരിക്കാൻ നിർവാഹമില്ല, ചൈനയിലും റഷ്യയിലും പ്രവാചകന്മാരെ വരാതിരിക്കാൻ നിർവാഹമില്ല. അവിടെയൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതാരാണ്, എന്താണ് അവരുടെ ചരിത്രം നമുക്കറിയാത്തത് കൊണ്ട് നമുക്കും അറിയില്ല, അവർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രം. ഞാൻ ചുരുക്കി പറയട്ടെ, ഇസ്ലാമിനോട് ഏറ്റവും അടുത്ത പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാം. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മതമതമാ ക്രിസ്തു മതം. ഇന്നിപ്പോൾ ഏകദേശം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എണ്ണം കൊണ്ട് ഒപ്പത്തിനൊപ്പമായി വന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ക്രിസ്ത്യാനികൾ ഡബ്ബ ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതിയുള്ളൊരു മുസ്ലിങ്ങൾ. ഇന്ന് അള്ളാഹുവിൻ്റെ മഹ്ല് ഫضല് കൊണ്ട് ഏകദേശം ദുബായ് ചില ആളുകൾ ഒരു കണക്കെടുത്തതിൽ ഏകദേശം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒപ്പത്തിനൊപ്പം അങ്ങനെ മുസ്ലിങ്ങൾ പെരുകി വരിക.